നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാവർക്കും മികച്ച ഒരു വീക്കെൻഡ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലേക്ക് നമ്മൾ വരുമ്പോൾ നിഫ്റ്റി ഏറ്റവും ശക്തമായിട്ട് വീക്കിലി അടിസ്ഥാനത്തിൽ റാലി രേഖപ്പെടുത്തിയ ഒരാഴ്ചയാണ്. തിങ്കളാഴ്ചയിലെ ഇൻട്രാഡേ ലോയിൽ നിന്ന് 1000 പോയിന്റിൽ മുകളിലാണ് നിഫ്റ്റി കഴിഞ്ഞ ഒരു സിംഗിൾ വീക്ക് കൊണ്ട് നിഫ്റ്റി റാലി രേഖപ്പെടുത്തി പോയത്. BSE കമ്പനികളുടെ വിപണി മൂല്യം 10 ലക്ഷം കോടി രൂപക്ക് കവിഞ്ഞു. അതുമാത്രമല്ല, NSEയിലെ ടോപ്പായിട്ടുള്ള 10 കമ്പനികളുടെ മാർക്കറ്റ് ക്യാപ്പ് മാത്രം 1.8 ലാക്ക് ക്രോഡ്സ് ആയിട്ടുണ്ട്. ഇതിൽ റിലയൻസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 60,000 കോടി രൂപ, HDFCയുടെ ഏകദേശം 40,000 കോടി രൂപ, രാജ്യത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് ദാതാക്കളായിട്ടുള്ള LICയുടെ മാർക്കറ്റ് ക്യാപ്പ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 30,000 കോടി രൂപക്ക് മുകളിൽ വർദ്ധിച്ച ഒരാഴ്ചയാണ് കടന്നുപോയത്. RBIയുടെ ഭാഗത്തു നിന്ന് 2.1 ലാക്ക് ക്രോഡ്സ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളതും അദാനി സ്റ്റോക്കുകൾ ശക്തമായിട്ട് റാലി രേഖപ്പെടുത്തിയതും FIസിൻ്റെ ഭാഗത്ത് മെയ് മാസം നടത്തിയ അവരുടെ രണ്ടാമത്തെ ബൈയിങ്ങും കണ്ട ഒരാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച. ഈ ഒരു ഘടകങ്ങൾ കൊണ്ട് ആണ് മാർക്കറ്റ് അതിശക്തമായിട്ട് മുകളിലേക്ക് പോയിട്ടുള്ളത്. ഇനി ഈ ഒരാഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും US ഉൾപ്പെടെയുള്ള GDP ഡാറ്റ വരുന്നുണ്ട്. കൂടാതെ തന്നെ ഇനി ലോക്സഭാ ഇലക്ഷൻ്റെ 6ാം ഘട്ടം കഴിഞ്ഞു. ഇനിയിപ്പോൾ റിസൾട്ടിന് വരാനായിട്ട് വിരൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി നമുക്ക് മുന്നിലുള്ളൂ. അപ്പോൾ ആ ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിലേക്ക് കടക്കുകയാണ്. നിഫ്റ്റി അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് റിസൾട്ടിന് മുമ്പേ തന്നെ ഒരു റാലി രേഖപ്പെടുത്തിയ അവസ്ഥയിലാണ് ഉള്ളത്. വിക്സ് എല്ലാം തന്നെ മാർക്കറ്റ് ഉയരുന്നെങ്കിൽ കൂടിയും വിക്സ് എല്ലാം തന്നെ ഫോൾ ആകാത്ത ഒരു പ്രത്യേക പ്രതിഭാസം ആണ് ഉള്ളത്. സ്വാഭാവികമായിട്ടും ലോക്സഭാ ഇലക്ഷനാണ് കഴിഞ്ഞ 2019 മാർക്കറ്റിലുള്ള ആളുകൾക്കറിയാം. ഈ ഒരു രീതിയിലൊക്കെ തന്നെയാണ് മാർക്കറ്റ് ആ ഒരു സമയത്തും നിലകൊണ്ടിട്ടുള്ളത്. ഇനി പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ സെക്ടർ അടിസ്ഥാനത്തിൽ മീഡിയ, മെറ്റൽ, എനർജി, PSU സെക്ടറുകളെല്ലാം തന്നെ 3% അടുത്ത് റാലി രേഖപ്പെടുത്തിയിരുന്നു. അദാനി എൻ്റർപ്രൈസസ് കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേ കൊണ്ട് 10%, കോൾ ഇന്ത്യ 7%, സിപ്ല ഫാർമ സെക്ടറുള്ള സിപ്ല 6%, അദാനി പോർട്ട് 6%, ഡിവിസ് ലാബ് 5% റാലിയും രേഖപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. തിങ്കളാഴ്ച ഓപ്പണിംഗ് റേഞ്ചായിട്ടുള്ള 22,000-ൽ നിന്ന് 21,800, ഏകദേശം ഒരു 200 പോയിന്റ് താഴ്ന്നു. 21,800-ൽ നിന്ന് നിഫ്റ്റി ആ ഒരു ലോയിൽ നിന്ന് നിഫ്റ്റി വീണ്ടും ഫർദറായിട്ട് പോകാതെ റോക്കറ്റ് പോലെ നിഫ്റ്റി കുതിച്ചത് 1,200 പോയിന്റ് അഥവാ 5.5% ആണ് കഴിഞ്ഞ ഒരു ആഴ്ച കൊണ്ട് നിഫ്റ്റി ഇത്രയും ശക്തമായ റാലി രേഖപ്പെടുത്തിയ വളരെ ചുരുക്കം ആഴ്ചകളാണ് ഉണ്ടായിട്ടുള്ളത് നിഫ്റ്റിയിൽ. ഇനി FIസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ FIസ് കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം അവർ ബൈ നടത്തി 4,670 കോടി രൂപയുടെ ബൈ നടത്തി. 17 മെയ്യിൽ ആയിരുന്നു അവർ 1,616 കോടി രൂപയുടെ ബൈ നടത്തിയത്. മെയ് മാസത്തിൽ അവർക്ക് FIസിന് ആകെ 2 ബൈ മാത്രമേ ഉള്ളൂ. സെല്ലിംഗ് ആണ് കൂടുതൽ. 34,459 കോടി രൂപക്ക് FIS ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു മെയ് മാസം സെല്ല് നടത്തിയിട്ടുണ്ട്. ഇതേ മെയ് മാസം തന്നെ ഇപ്പോൾ നിഫ്റ്റി ഏകദേശം ഒരു 1000 പോയിന്റിലധികം റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് FIസിൻ്റെ യാതൊരു സഹായമില്ലാതെയാണ് ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച റാലി രേഖപ്പെടുത്തിയത്. പക്ഷേ DIസിൻ്റെ സഹായം വളരെയധികം ഉണ്ടായിരുന്നു. DIs ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ചയിൽ 40,797 രൂപ, കഴിഞ്ഞ ആഴ്ചയിലല്ല മെയ് മാസത്തിൽ ശക്തമായിട്ടുള്ളൊരു ബൈയിങ് DIs ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരുന്നു. ഇനി അടുത്ത ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റുകളിൽ US മാർക്കറ്റ് തിങ്കളാഴ്ച ക്ലോസ് ആണ്. തിങ്കളാഴ്ച ദിവസം നോക്കുകയാണെങ്കിൽ UK മാർക്കറ്റും ക്ലോസ് ആണ്. യൂറോസോണിൻ്റെ യൂറോ ഗ്രൂപ്പ് മീറ്റിങ്ങും ജർമ്മനിയുടെ ബിസിനസ് ക്ലൈമറ്റ് ഡേറ്റയുണ്ട്. എന്നാൽ 28-ാം തീയതി ചൊവ്വാഴ്ച USൽ നിന്ന് കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ, ബുധനാഴ്ച ജർമ്മനിയുടെ CP ഇൻഫ്ലേഷൻ, USൽ GDP ഡേറ്റ വരുന്നത് മെയ് 30-നാണ്. ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റയുണ്ട്. ജർമ്മനിയിലെ അൺഎംപ്ലോയ്മെൻറ്റ് ഡേറ്റയും മെയ് 30 വരുന്നു. മെയ് 31-ന് ചൈനയിൽ നിന്ന് മാനുഫാക്ചറിംഗ് PMIയും യൂറോസോണിൻ്റെ CP ഇൻഫ്ലേഷനും ഇന്ത്യയുടെ GDP ഡേറ്റയും ഉണ്ട്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ USലെയും ഇന്ത്യയുടെയും GDP ഡേറ്റ വരുന്ന ദിവസമാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണാം US ഫിക്സ് 1.53% സ്പൈക്ക് ചെയ്തു. നാസ്ഡാക്ക് ടെക്നോളജി സ്റ്റോക്ക് 184 പോയിന്റിൻ്റെ റാലി അഥവാ 1% റാലി രേഖപ്പെടുത്തിയപ്പോൾ ഡോ ഫ്ലാറ്റ് ആയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് അതിന് മുകളിൽ കാണാം. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഫ്ലാറ്റായ രീതിയിൽ അവസാനിച്ചു. അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റ് അവസ്ഥകളെല്ലാം തന്നെ നമ്മൾ കണ്ടു.
ഗോൾഡ് ആണ് ഒരു പ്രത്യേകത ഉള്ളത്. ഗോൾഡ് 2454 നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട് $2334 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ സമീപ സമയത്ത് ഗോൾഡ് ഏറ്റവും ലോ റേഞ്ചിലാണ് ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഇനി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസും വിപ്ലോയും സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടുവന്ന HDFC ബാങ്ക് 2% ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. നിഫ്റ്റിയുടെ സ്പോട്ട് 22,957 ആണ്. കാണാം 22,957 അല്ലെങ്കിൽ 22,950 സ്ട്രാഡിലെല്ലാം തന്നെ ആളുകൾ ഹ്യൂജായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇനി മാർക്കറ്റിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല എന്നാണ് ഇവരുടെ ധാരണ. കാരണം ഓൾമോസ്റ്റ് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിക്സ് ഇത്ര രീതിയിൽ നിൽക്കുന്നുണ്ട്. എനിവേ നിഫ്റ്റിയുടെ സപ്പോർട്ട് സോൺ ഉള്ളത് 22,800, 22,700, 600 റേഞ്ചിലാണ്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ സമാനമായ അവസ്ഥയിൽ 49,000 സ്ട്രാഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 49,500, 50,000 മേജർ റെസിസ്റ്റൻസ് സോണുകളും 48,500, 48,000 മേജർ സപ്പോർട്ട് സോണുകളായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. കൊച്ചിയിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സും ഈ കോഴ്സ് തന്നെ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഓറോബിന്ദോ ഫാർമ നെറ്റ് പ്രോഫിറ്റ് 909 കോടി രൂപ കരസ്ഥമാക്കി. അപ്പോൾ ഇവർ കഴിഞ്ഞ തവണ 506 കോടി രൂപയാണ് ഉണ്ടാക്കിയിരുന്നത് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവരുടെ ഗ്രോത്ത് 79% ഗ്രോത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിഷ്ണു കെമിക്കൽസ് കമ്പനി 35 കോടി രൂപയിൽ നിന്ന് 27 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ജയന്ത് അഗ്രോ കമ്പനി 13 കോടി രൂപയിൽ നിന്ന് 16 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. പാരാസ് ഡിഫൻസ് കമ്പനി 10 കോടി രൂപയിൽ നിന്ന് 9 കോടി രൂപ ഈ തവണ പ്രോഫിറ്റ് ഫ്ലാറ്റ് ആയിരുന്നു. സർദാർ എനർജി കമ്പനി 114 നിന്ന് 94 പ്രോഫിറ്റ് കുറഞ്ഞു. ഡിവിസ് ലാബ് കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ 67% വർധനവ് ഉണ്ടാക്കി 538 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 18% വർധനവ് ഉണ്ടാക്കി. സ്റ്റോക്ക് 30 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. സുവാരി അഗ്രോ കമ്പനി 500 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഇത്തവണ 75 കോടി രൂപ പ്രോഫിറ്റിലേക്ക് ഉയർന്നിട്ടുണ്ട്. റിലയൻസ് പവർ കമ്പനി ഇവരുടെ ലോസിലാണ് കമ്പനി ഉള്ളത്. 322 രൂപ ലോസായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഈ തവണ ലോസ് 397 കോടി രൂപയിലേക്ക് വർദ്ധിച്ചു. അംബിക കോട്ടൺ മിൽസ് കമ്പനി 18 കോടി രൂപയിൽ നിന്ന് 16 കോടി രൂപ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞു. തമിഴ്നാട് ന്യൂസ് പ്രിന്റ് കമ്പനി ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് 67% ഇടിഞ്ഞു. സ്പാർക്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 82 കോടി രൂപ ലോസിൽ നിന്ന് 107 കോടി രൂപ പ്രോഫിറ്റിലേക്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. NTPC കമ്പനി 33% നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി 66,490 കോടി രൂപ കരസ്ഥമാക്കി. ഡിവിഡൻഡ് 3 രൂപ 25 പൈസ പ്രഖ്യാപിച്ചു. നസാറ ടെക്നോളജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 98% ഇടിഞ്ഞിട്ടുണ്ട്. ഗെയിമിംഗ് കമ്പനിയാണ്. പ്രോഫിറ്റൊക്കെ ഉയരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. 25 കോടി രൂപയിൽ നിന്ന് 18 കോടി രൂപയിലേക്ക് ഇടിഞ്ഞു. ലൂമാക്സ് ഇൻഡസ്ട്രീസ് കമ്പനി 20 കോടി രൂപയിൽ നിന്ന് 36 പ്രോഫിറ്റ് ഇടിഞ്ഞു. കമ്പനി 35 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. സായ് സിൽക്ക് 20 നിന്ന് 28 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. JM ഫിനാൻസ് 57 കോടി രൂപ പ്രോഫിറ്റിൽ നിന്ന് ഈ തവണ ലോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് 299 കോടി രൂപ. ഗ്ലെൻമാർക്ക് ഫാർമ ഇവർ നെറ്റ് ലോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 430 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ കമ്പനി ഈ തവണ 1,239 കോടി രൂപ ലോസിലേക്ക് കമ്പനി ലോസ് വർദ്ധിപ്പിച്ചു അല്ലെങ്കിൽ ലോസ് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇന്നത്തെ ന്യൂസ് നമ്മളൊരു റിപ്പീറ്റഡ് വാല്യൂ ഉള്ള കാര്യമല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വളരെ ബുദ്ധിമുട്ടി കളക്ട് ചെയ്ത ന്യൂസ് ഇന്നത്തോട് കൂടിയിട്ട് അതിൻ്റെ ആ ഒരു കാലാവധി അവസാനിക്കും. ന്യൂസ് പേപ്പർ പോലെയാണ്. കഴിഞ്ഞ ദിവസം ന്യൂസ് നമ്മൾ ഇന്ന് വായിക്കില്ലല്ലോ, അതുപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവർക്കും നിങ്ങൾക്ക് റെഫർ ചെയ്യുന്ന ആൾക്കും തീർച്ചയായിട്ടും ഗുണമുണ്ടാവുമല്ലോ. കാരണം നമ്മൾ കഥകളൊന്നും ഇവിടെ പറയുന്നില്ല. നമ്മൾ മാർക്കറ്റിലുള്ള ഫാക്റ്റ് വളരെ ബുദ്ധിമുട്ടി കളക്ട് ചെയ്ത് ന്യൂസ് രൂപേണ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അല്ലാതെ നിങ്ങളുടെ സമയം കളയാനായിട്ടുള്ള ഒരു കഥയും ഞാൻ പറയാറില്ല. ഫാക്റ്റുകൾ മാത്രമാണ് പറയാറുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, ശുഭരാത്രി. താങ്ക് യു.